ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പം അതിനകത്തിപ്പോൾ ഞാൻ ഓൾറെഡി സവോളയും മുനിയനും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ സോട്ട് ചെയ്ത് ജസ്റ്റ് ലൈറ്റായിട്ട് മസാലയൊക്കെ ഇട്ട് അത് ഞാൻ ഓൾറെഡി മിക്സിയിലിട്ട് അരച്ച് വെച്ചേക്കുവാണ്. ഇനി അത് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന രീതിയാണ് കാണാൻ പോകുന്നത്. ചട്ടി ചൂടായി കുറച്ച് ജീരകം ഇട്ട് ജീരകം ഒന്ന് റെഡിയായി വന്നു കഴിയുമ്പോൾ നമ്മളുണ്ടാക്കി വെച്ച ഈ ഗ്രേവി ഇതിൽ ആഡ് ചെയ്യുന്നു. ഓരോ മസാലകൾ ചേർക്കുകയാണ്. അപ്പം ടൊമാറ്റോ സോസ്, കുറച്ച് കസ്തൂരി മേത്തി, ഗരം മസാല നമ്മൾ പൊടിച്ച് വെക്കുന്ന കേട്ടോ, കടയിൽ നിന്ന് മേടിക്കുന്നല്ല. സ്പൈസസ് ഒക്കെ കൊണ്ട് നമ്മൾ തന്നെ പൊടിച്ച് വെക്കുന്ന ഗരം മസാല, ഒരല്പം പഞ്ചസാര ഇടുന്നുണ്ട്. നമുക്ക് കുറച്ച് പാൽ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ പാല് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കാൻ മറന്നു. ഫ്രീസറിലായിരുന്നു, ഇച്ചിരി കട്ടയാണ്. നമ്മളതിനെ വെട്ടി ഒക്കെ ആയിട്ട് നമ്മൾ പരിപാടി ചെയ്യും. നമ്മുടെ ബട്ടർ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പനീർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം കൂടെ നമുക്ക് പെറുക്കി അങ്ങോട്ട് എടുക്കാം. വേറെ മസാലയൊന്നും അതിൽ നമുക്ക് ചേർക്കണ്ട. പനീർ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ നമുക്കിത് പച്ചക്കിട്ട് കറി വെക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് കുറച്ച് ബട്ടർ അതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പനീറെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒത്തിരി മൊരിഞ്ഞ് പോകണ്ട, ജസ്റ്റ് ഒന്ന് ചെറിയൊരു കളർ മാറുന്ന വരെ ഫ്രൈ ആക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് മസാല എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുമല്ലോ, ബട്ടർ ഉൾപ്പെടെ നമ്മളിട്ട് റെഡിയാക്കി വെച്ചേക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടണം, നല്ലതാണ്. മല്ലിയിലയും കൂടെ ഇട്ട് നോക്കിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.